നീ അച്ഛനോട് എന്താ പറഞ്ഞത്? ഭാവനെ നീ അച്ഛനോട് എന്തൊക്കെ നുണകളാ പറഞ്ഞു കൊടുത്തതെന്ന്? ഭാവന, നമ്മൾ ഭാര്യാഭർത്താക്കന്മാരായിട്ട് ഇതിനകത്ത് താമസിക്കുന്നിടത്തോളം കാലം നമ്മൾക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരസ്പരം സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിയണം. പക്ഷെ കഴിഞ്ഞ കുറേ കാലമായിട്ട് നീ നിന്റേത് മാത്രമായിട്ടുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. നിന്റെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞാലല്ലേ എനിക്കതിനനുസരിച്ച് പെരുമാറാൻ പറ്റൂ. എന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാനും അതനുസരിച്ച് പെരുമാറാനും മനോജ് ശ്രമിക്കണമെന്നില്ല. ആ കാലമൊക്കെ പണ്ടേ കഴിഞ്ഞു. ഇതിനേക്കാൾ സങ്കടങ്ങൾ അനുഭവിച്ച കുടുംബങ്ങളില്ലേ, അവരെല്ലാം അതൊക്കെ അതിജീവിച്ചല്ലേ മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾക്കതൊക്കെ പെട്ടെന്ന് മറക്കാൻ പറ്റുമായിരിക്കും. എനിക്ക് പറ്റില്ല മനോജ്, ഒരിക്കലും പറ്റില്ല. ഞാനെന്ന് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ്. മുഷിഞ്ഞത് മാറ്റിയെടുക്കുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ജീവിതം. അലക്കി ഇസ്തിരിയിട്ട് കോടതിയിൽ പോകും പോലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് പുതിയതാ. ഓർമ്മകളില്ല, വേദനകളില്ല. അപ്പോഴത്തെ സന്തോഷം മാത്രം പ്രധാനം. അതിന് ഏത് വഴി നിങ്ങൾ തേടും? എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാവില്ല. ഒരു ജീവൻ കളിപ്പാട്ടം പോലെ എറിഞ്ഞുടച്ചത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ ജീവിതം ഇങ്ങനെ ആയത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ അസ്തിത്വത്തെ പോലും മറന്ന് നിങ്ങൾ സുഖവും സന്തോഷവും തേടി പോകുമ്പോ അപമാനിക്കപ്പെടുന്നത് എന്റെ വ്യക്തിത്വമാണെന്ന് നിങ്ങൾക്ക് ഓരോ കാലത്ത് മനസ്സിലാവില്ല. ഭാവന, നീ സംസാരിക്കുന്ന ഭാഷയാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഭാഷ എന്നാൽ ഒരു സംസ്കാരത്തിന്റെ നിർമ്മിതിയാണ്. ഒരാളുടെ മനസ്സിന്റെ സഞ്ചാരം ഏതു വിധമാണെന്ന് അത് വെളിപ്പെടുത്തുന്നു. മിണ്ടരുതെന്ന് നാം ഒരാളോട് പറയുമ്പോൾ ആ വ്യക്തിക്ക് സംസാരിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുക മാത്രമല്ല, അയാൾക്ക് മേൽ അധികാരം സ്ഥാപിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഞാനിരിക്കുമ്പോൾ നീ സംസാരിക്കേണ്ടതില്ല എന്ന് ഒരു ഭർത്താവ് പറയും പോലെയാണ് ഞാനിരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ടതില്ല എന്ന്. ഹലോ. ഇല്ലല്ലോ, എഴുന്നേറ്റിട്ടില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഓക്കെ. മനോജ്, മനോജ്, എന്തേത് ഉച്ചവരെ ഉറങ്ങാൻ പോവാണോ? കോടതി പോണ്ടേ? മണി 8 കഴിഞ്ഞു. രാവിലെ തൊട്ട് മനോജിന്റെ ഫോൺ നിർത്താതെ അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവസാനം എന്താ, ഞാൻ ഇപ്പൊ അറ്റൻഡ് ചെയ്തു. ഓഫീസിൽ നിന്ന് പ്രീതിയായിരുന്നു. ഇന്ന് വിലാസിനി കൊലക്കേസിന്റെ വിചാരണ തുടങ്ങുന്ന ദിവസമാണ്. സാറ് നേരത്തെ ഇറങ്ങില്ലേന്ന് ഉറപ്പുവരുത്താൻ വിളിച്ചതാ. വേഗം ബ്രഷ് ചെയ്ത് കുളിച്ചു വന്നോളൂ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. ഭാവന, എനിക്കൊരു സംശയം. ഇന്നലത്തെ നീയാണോ അതോ ഇന്ന് എന്റെ മുമ്പിൽ നിൽക്കുന്ന നീയാണോ? ഇതിലേത് നീയാണ് ശരിക്കുള്ള നീ? കടങ്കഥ ചോദിക്കാൻ നിൽക്കേണ്ട, കോടതിയിലേക്ക് പോകാൻ നോക്കും മനോജ്.